സ്വദേശിയായ യുവതി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത റീൽസ് കണ്ട് അശ്ലീല സന്ദേശം അയച്ച യുവാവിൽ നിന്ന് പണം തട്ടിയ സംഘം അറസ്റ്റിൽ. യുവതിയടക്കം 3 പേരാണ് കൊച്ചിയിൽ പിടിയിലായത്. 20 ലക്ഷം രൂപ ആവശ്യപ്പെട്ട സംഘം യുവാവിനോട് 2 ലക്ഷം രൂപ വാങ്ങി. 3 ലക്ഷം രൂപ കൂടി ആവശ്യപ്പെട്ടതോടെയാണ് യുവാവ് പരാതി നൽകിയത്. യുവാവിനെ നിയമ നടപടിയിൽ കൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് പണം തട്ടിയതെന്ന് പോലീസ് പറഞ്ഞു. നിലമ്പൂർ സ്വദേശി സൽമാൻ, ആലുവ സ്വദേശി അഭിജിത്ത്, ആലപ്പുഴ സ്വദേശി ജസ്ലിൻ എന്നിവരെയാണ് ഏലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ജസ്ലിന്റെ ഇൻസ്റ്റഗ്രാം റീൽ കണ്ട മൂവാറ്റുപുഴ സ്വദേശിയായ യുവാവ് അശ്ലീല സന്ദേശം അയച്ചു. തുടർന്ന് പോലീസിന് പരാതി നൽകുമെന്ന് യുവതി ഭീഷണിപ്പെടുത്തി. നിയമ നടപടിയിൽ നിന്നും ഒഴിവാക്കണമെങ്കിൽ പണം നൽകണമെന്നും ജസ്ലിൻ ആവശ്യപ്പെട്ടു. യുവാവിനോട് 20 ലക്ഷം രൂപയാണ് യുവതിയും സുഹൃത്തുക്കളും ചേർന്ന് ആവശ്യപ്പെട്ടത്. 2 ലക്ഷം രൂപ ഇയാൾ നൽകി. 3 ലക്ഷം കൂടി ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് യുവാവ് പോലീസിന് പരാതി നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രാഥമിക അന്വേഷണത്തിന് ശേഷമാണ് പോലീസ് 3 പേരെയും അറസ്റ്റ് ചെയ്തത്. ന്യൂസ് 18 കൊച്ചി. എറണാകുളം തൃപ്പൂണിത്തുറയിൽ വൻ ലഹരിവേട്ട. 485 ഗ്രാം MDMA-യുമായി യുവാവിനെയും നഴ്സിംഗ് വിദ്യാർത്ഥിനിയെയും പോലീസ് പിടികൂടി. കോട്ടയം ഏറ്റുമാനൂർ സ്വദേശി അമീർ മജീദ്, ചങ്ങനാശ്ശേരി സ്വദേശിയും നഴ്സിംഗ് വിദ്യാർത്ഥിനിയുമായ വർഷ എന്നിവരാണ് പിടിയിലായത്. വർഷ സ്ഥിരമായി ലഹരി കടത്തിയിരുന്നെന്നാണ് പോലീസ് നൽകുന്ന വിവരം. സംഘത്തിലെ ഒരാൾ ഓടി രക്ഷപ്പെട്ടു. വൈകിട്ട് 3:30 ഹിൽ പാലസ് റോഡിൽ കരിങ്ങാച്ചിറയിൽ പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടെയാണ് പ്രതികൾ പിടിയിലായത്. ഇവർ സഞ്ചരിച്ച കാർ പോലീസിനെ കണ്ട് നിർത്താതെ വെട്ടിച്ച് ചാത്താരിയിലെ വാഹന സർവീസ് സെന്ററിന്റെ വഴിയിലേക്ക് തിരിഞ്ഞു. എന്നാൽ വഴി മുന്നോട്ടില്ലാതിരുന്നതിനാൽ പിന്നാലെയെത്തെ പോലീസിന്റെ കയ്യിൽ പെടുകയായിരുന്നു. 33-കാരനായ ഏറ്റുമാനൂർ അരങ്ങാട്ടുപറമ്പിൽ അമീർ മജീദ്, 22-കാരിയായ ചങ്ങനാശ്ശേരി പെരുന്ന സ്വദേശി വർഷ എന്നിവരാണ് ഹിൽ പാലസ് പോലീസിന്റെ പിടിയിലായത്. സംഘത്തിലെ ഒരാൾ ഓടി രക്ഷപ്പെട്ടു. ബംഗളൂരുവിൽ നഴ്സിംഗ് വിദ്യാർത്ഥിയായ വർഷ രാവിലെയാണ് രാസലഹരിയുമായി കൊച്ചിയിലെത്തിയത്. ലഹരി മരുന്ന് കൈമാറ്റം ചെയ്തതിനു ശേഷം മടങ്ങുന്നതാണ് വർഷയുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു. CI C ആനന്ദ് ബാബുവിന്റെ നേതൃത്വത്തിൽ SI-മാരായ ടോൾസൺ P ജോസഫ്, ബിജു MT, CPO-മാരായ മധു PG, സുജീഷ് S, അശ്വിൻ കുമാർ, പോൾ മൈക്കിൾ, ബൈജു KS എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് 18 കൊച്ചി. താൻ മരിച്ചാൽ രോഗിയായ മകൾക്ക് ആരുണ്ട്? ആ ആശങ്കയിൽ നെയ്യാറ്റിൻകരയിലെ ഒരു വൃദ്ധമാതാവ് ചെയ്ത കടുങ്കൈ കേട്ടവരെ സങ്കടപ്പെടുത്തുന്നതാണ്. നെയ്യാറ്റിൻകര അറക്കുന്നിൽ മകളുടെ കഴുത്ത് മുറിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം അമ്മ ജീവനൊടുക്കി. അറക്കുന്ന് സ്വദേശി ലീലയാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ മകൾ ബിന്ദുവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹൃദ്രോഗത്തിൽ ചികിത്സയിൽ കഴിയുന്ന മകൾ ബിന്ദുവിനെ പരിചരിക്കാനും ചികിത്സിക്കാനുമുള്ള ബുദ്ധിമുട്ടാണ് കൃത്യത്തിന് കാരണമെന്നാണ് പോലീസ് പ്രാഥമികമായി പറയുന്നത്. ലീലയുടെ ഭർത്താവ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മരിച്ചിരുന്നു. അടുത്തിടെ ഹൃദ്രോഗത്തെ തുടർന്ന് ലീലയുടെ ഏക മകനും മരണത്തിന് കീഴടങ്ങിയതോടെ കുടുംബം തികച്ചും അനാഥമായി. ഇതോടെ തന്റെ കാലത്തിനു ശേഷം മകൾക്ക് ആരുണ്ടെന്ന ആശങ്കയാണ് ലീലയെ ക്രൂരകൃത്യത്തിലേക്ക് നയിച്ചത്. ഇവര് പിന്നെ മകള്
കല്യാണം കഴിഞ്ഞ് പോയി. അവരുടെ ഭർത്താവ് വന്നിട്ടൊരു സൂയിസൈഡ് ചെയ്തു. പക്ഷേ കുട്ടിക്ക് ചെറിയ മാനസിക പ്രശ്നങ്ങളെന്തോ കൊണ്ടുവന്നതാണ്. ചികിത്സയിലാണ്, അതായത് ഡയബറ്റീസ് ഒന്നാണ്. അപ്പോൾ വേറെ വെളിയിൽ പ്രശ്നമൊന്നുമില്ല, അമ്മ തന്നെയാണ് നോക്കുന്നത്. ഇതിന് കാരണമായിട്ടുള്ള എന്തെങ്കിലും സംഭവത്തിനെ സംബന്ധിച്ച് നമുക്കൊന്നും അറിവില്ല. മോളെ ഇന്ന് കഴിഞ്ഞ ആഴ്ചയും നേരിട്ട് കാണുമ്പോൾ മോളെ ആശുപത്രി കൊണ്ടുപോവുകയാണ്, കുറവുണ്ടെന്നൊക്കെ പറഞ്ഞതാണ്. പുലർച്ചെ മകളുടെ കഴുത്തറുത്ത ശേഷം ലീല മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. കഴുത്തിന് ഗുരുതരമായി പരിക്കേറ്റ ബിന്ദുവിനെ ആദ്യം ജനറൽ ആശുപത്രിയിലേക്കും തുടർന്ന് മെഡിക്കൽ കോളേജിലേക്കും മാറ്റി. ബിന്ദുവിന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. കണ്ണൂരിലെ യുവ വ്യവസായിയെ ആലപ്പുഴയിൽ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി അനൂപ് വീണ്ടും അറസ്റ്റിൽ. കോടതിയെ കബളിപ്പിച്ച് ജാമ്യത്തിലിറങ്ങിയ പ്രതി ബാറിൽ മദ്യപാനാഘോഷം നടത്തിയതിനെ തുടർന്നാണ് നടപടി. ആരോഗ്യസ്ഥിതി മോശമാണെന്ന് പറഞ്ഞാണ് ഇയാൾ ജാമ്യം നേടിയത്. ജാമ്യത്തിലിറങ്ങി മണിക്കൂറുകൾക്കകമായിരുന്നു ബാറിലെ ആഘോഷം. കേസിൽ പ്രതികളെ പോലീസ് സഹായിച്ചെന്ന ആരോപണം നേരത്തെ ഉയർന്നിരുന്നു. പോലീസ് കോടതിയിൽ സമർപ്പിച്ചത് യഥാർത്ഥ തോക്കിന് പകരം എയർഗണ്ണാണെന്നാണ് ആക്ഷേപം. അനൂപിന്റെ ജാമ്യം റദ്ദാക്കാൻ കോടതിയെ സമീപിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കണ്ണൂരിലെ യുവ വ്യവസായിയെ ആലപ്പുഴയിൽ തോക്ക് ചൂണ്ടി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളാണ് ഇപ്പോൾ വീണ്ടും അറസ്റ്റിലായിരിക്കുന്നത്. അതായത് ഈ കേസിലെ ഒന്നാം പ്രതിയായ അനൂപ് കഴിഞ്ഞ ദിവസം ആലപ്പുഴ കോടതിയിൽ നിന്നും ജാമ്യം നേടിയിരുന്നു. തുടർന്ന് ജാമ്യത്തിനായി നൽകിയ രേഖകൾ വ്യക്തമാക്കിയിരുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ചികിത്സ വേണം എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ജാമ്യം ലഭിച്ച പുറത്തേക്കിറങ്ങിയ പ്രതി മണിക്കൂറുകൾക്കകം തന്നെ മദ്യപാന സൽക്കാരത്തിലേക്ക് പോവുകയായിരുന്നു. ചേർത്തലയിലെ ബാറിൽ നിന്നും അനൂപിനെയും സുഹൃത്തുക്കളെയും പോലീസ് വീണ്ടും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ മദ്യപിച്ച് വാഹനം ഓടിക്കൽ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയായിരുന്നു ഈ കേസിൽ അനൂപിനെ വീണ്ടും ചേർത്തല പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. നിലവിൽ ഈ വ്യവസായിയുടെ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുന്നത് പട്ടണക്കാട് സിഐയുടെ നേതൃത്വത്തിലാണ്. പട്ടണക്കാട് സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ അനൂപിനോടൊപ്പം അറസ്റ്റ് ചെയ്ത മറ്റൊരു വ്യക്തിയെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. ഈ തോക്ക് കേസുമായി ബന്ധപ്പെട്ട് അയാൾക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത്. അത്തരത്തിൽ ആ വ്യക്തിയെ ചോദ്യം ചെയ്തും വരുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ മാരാരിക്കുളം പോലീസ് കസ്റ്റഡിയിലെടുത്ത സാജു എന്ന വ്യക്തിയും ഈ മദ്യപാന സൽക്കാരത്തിൽ അനൂപിനൊപ്പം ഉണ്ടായിരുന്നു എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സാജുവിനെയും ഈ കേസിൽ പ്രതി ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. ആദ്യഘട്ടം മുതൽ തന്നെ അന്വേഷണത്തിൽ അട്ടിമറി നടക്കുന്നുവെന്ന് ആരോപിക്കപ്പെട്ട ഒരു കേസാണ് കണ്ണൂരിലെ യുവ വ്യവസായിയെ ആലപ്പുഴ കഞ്ഞിക്കുഴിയിൽ കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവം. മാരാരിക്കുളം പോലീസിനെ കേസുമായി ഈ വ്യവസായി സമീപിച്ചപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞത് അനൂപും ഒപ്പം തന്നെ മനോജുമാണെങ്കിൽ ഈ കേസിൽ നിന്ന് വിട്ടുപോകുന്നതാണ് നല്ലതെന്നുള്ള നിർദ്ദേശം മാരാരിക്കുളം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. പ്രാദേശിക CPM നേതാക്കന്മാരുടെ ഇടപെടലാണ് ഈ കേസിനെ അത്തരത്തിൽ വഴിതിരിച്ചു വിടാനുള്ള കാരണമെന്നുള്ള ശക്തമായ ആരോപണവുമുണ്ട്. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് കഞ്ഞിക്കുഴി ഏരിയ സെക്രട്ടറി രാധാകൃഷ്ണനെയും ഒപ്പം തന്നെ CPMന്റെ കഞ്ഞിക്കുഴി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഹെബിൻ ദാസിനെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു. രാധാകൃഷ്ണന്റെയും ഹെബിൻ ദാസിന്റെയും CDR രേഖകൾ കേസിലെ പ്രതികളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം പോലീസിന് ലഭ്യമായതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അത്തരം ഒരു ചോദ്യം ചെയ്യൽ ഉണ്ടായത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിക്ക് ജാമ്യം കിട്ടാൻ കാരണമായി മാറിയ മറ്റൊന്ന് ഈ പോലീസ് കണ്ടെത്തിയ തോക്കായിരുന്നു. അത് അനൂപിന്റെ വീട്ടിൽ നിന്ന് ലഭ്യമായ തോക്കാണ്. ഈ തോക്ക് എയർഗൺ ആണ് എന്നുള്ളതായിരുന്നു ഈ ജാമ്യത്തിലേക്ക്, അതായത് ആംസ് ആക്ട് നിലനിൽക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ് പ്രതിക്ക് ജാമ്യം ലഭിക്കാനുള്ള കാരണമായത്. എന്നാൽ കണ്ടെത്തിയ തോക്ക് യഥാർത്ഥ തോക്കല്ല എന്നുള്ളതാണ് ഈ പരാതിക്കാരനായ അഭിഷേക് അടക്കം വ്യക്തമാക്കുന്നത്. വ്യവസായി പറയുന്നത് വ്യാജമായ തോക്ക് അവിടെ കൊണ്ട് വെക്കുകയായിരുന്നു എന്നുള്ളതാണ്. അതിനെ സ്ഥിരീകരിക്കുന്ന മറ്റു സാധ്യതകളുമുണ്ട്. അതായത് അനൂപിന്റെ വീട്ടിൽ ആദ്യഘട്ടത്തിൽ തന്നെ മാരാരിക്കുളം പോലീസ് തിരച്ചിൽ നടത്തിയതാണ്. അവിടെ നിന്ന് യാതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് പ്രതി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എയർഗൺ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ഈ കേസിന് ഗ്രാവിറ്റി കുറക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വമായ ഒരു നീക്കം പ്രതികളുടെ ഭാഗത്തു നിന്നുണ്ടായെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. യഥാർത്ഥ തോക്ക് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കേസിൽ അനൂപിന് കിട്ടിയ ജാമ്യം റദ്ദാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ കോടതിയെ സമീപിക്കുമെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷന് വീഴ്ച വന്നു, പോലീസിന് വീഴ്ച വന്നു എന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട്. ആ ആരോപണങ്ങളെ മറികടക്കാൻ കൂടിയാണ് അന്വേഷണ സംഘത്തിന്റെ പുതിയ നീക്കം.
ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. രാജ്യാന്തര അവയവ കച്ചവട കേസിൽ മുഖ്യപ്രതികളിൽ ഒരാൾ ഹൈദരാബാദിൽ പിടിയിൽ. പ്രതാപൻ എന്നറിയപ്പെടുന്ന ബെല്ലം രാംപ്രസാദ് കൊണ്ടയാണ് അറസ്റ്റിലായത്. നേരത്തെ പിടിയിലായ സാബിത് നാസറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് അറസ്റ്റ്. അവയവം സ്വീകരിച്ചവരെക്കുറിച്ചും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. അതേസമയം കേസിലെ മുഖ്യകണ്ണിയായ ഇറാനുള്ള മധുവിനെ നാട്ടിലെത്തിക്കാൻ ശ്രമം തുടരുകയാണ്. നെടുമ്പാശ്ശേരി അവയവക്കടത്ത് കേസിൽ മുഖ്യ കണ്ണിയാണ് ആലുവ റൂറൽ SP വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഹൈദരാബാദിൽ നിന്നും പിടികൂടിയത്. ഹൈദരാബാദ് സ്വദേശിയായ പ്രതാപൻ എന്ന ബെല്ലംകൊണ്ട രാമപ്രസാദിനെ കുറിച്ചുള്ള വിവരങ്ങൾ കേസിലെ മുഖ്യപ്രതിയായ സാബിത് നാസറിൽ നിന്നാണ് പോലീസിന് ലഭിച്ചത്. ഓൺലൈനിലൂടെ ആളുകളെ കണ്ടെത്തി അവയവദാതാവാകാൻ പ്രേരിപ്പിക്കുന്നതാണ് ഇയാളുടെ രീതിയെന്നും ആലുവ റൂറൽ SP. ഒരു പ്രധാനപ്പെട്ട പ്രതി പ്രതാപൻ, ഹിസ് നെയിം ഈസ് പ്രതാപൻ alias Balram Ramaprasad Konda. He has been arrested from Hyderabad. ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി ഈ ആൾ നിരവധി ആൾക്കാർക്ക് ഈ റാക്കറ്റിൽ ഡോണർ പോലെ കൊണ്ടുവന്നു. പിന്നെ നമ്മുടെ ഈ ഹൈദരാബാദ്, ബാംഗ്ലൂർ, കോയമ്പത്തൂർ അത്ര സ്ഥലങ്ങളിൽ ഇറാൻ ഔട്ട് ഓഫ് ഇന്ത്യ കൊണ്ടുപോകാൻ വേണ്ടി എല്ലാ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇയാൾ ഈ എല്ലാ ഡോണേഴ്സ്മാരൊക്കെ ഇത് ഫേസ്ബുക്ക് പേജസ് വരീനിൽ പിന്നെ ഓൺലൈൻ വരീനിൽ സെർച്ച് ചെയ്തിരുന്നു. അത് അവർക്ക് ഓൺലൈൻ വരീനിൽ ഇത് സെർച്ച് ചെയ്തിട്ട് then he would induce them to become a donor, and after that ഈ ഡോണേഴ്സ്മാരൊക്കെ ഈ എല്ലാ ഹെൽപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു വിദേശ പോകാൻ വേണ്ടി. കേരളത്തിൽ നിന്നും ഒരാൾ മാത്രമാണ് ഇരയായതെന്നാണ് വിവരം. കൂടുതൽ പേരും ഹൈദരാബാദ്, തമിഴ്നാട് സ്വദേശികളാണെന്നും ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട്. പ്രതിക്ക് ഇറാൻ സംഘവുമായി ബന്ധമുണ്ടെന്നും പോലീസ് കണ്ടെത്തി. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണ് പ്രതാപ്. തുടക്കത്തിൽ അവയവദാനം നൽകാൻ എത്തിയതായിരുന്നു. ആരോഗ്യ പ്രശ്നമുണ്ടായതിനാൽ അവയവം നൽകാൻ കഴിഞ്ഞില്ല. പിന്നീട് ഈ മേഖലയിലെ സാധ്യതയെക്കുറിച്ച് മനസ്സിലാക്കുകയും ഇതിലെ കണ്ണിയായി പ്രവർത്തിക്കുകയും ചെയ്തു. ദാതാക്കൾക്ക് 6 ലക്ഷം വരെയാണ് നൽകുന്നത്. ഒന്നാം പ്രതി സാബിത് നാസർ അവയവ കടത്ത് സംഘവുമായി ആദ്യം ബന്ധം സ്ഥാപിക്കുന്നത് ഹൈദരാബാദിൽ വെച്ചാണെന്നും പോലീസിന് വിവരം ലഭിച്ചു. ഇറാനിലുള്ള മറ്റു പ്രതി മധുവിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. കണ്ണൂർ വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാർ പിടിയിലായ സംഭവത്തിൽ അന്വേഷണം വ്യാപിപ്പിച്ച് DRI. ശരീരത്തിൽ ഒളിപ്പിച്ച് സ്വർണം കടത്തിയ എയർ ഹോസ്റ്റസ് സുരഭി ഖാത്തൂനാണ് ആദ്യം പിടിയിലായത്. പിന്നാലെ ക്യാബിൻ ക്രൂവായ കണ്ണൂർ തില്ലങ്കേരി സ്വദേശി സുഹൈലിനെയും അറസ്റ്റ് ചെയ്തിരുന്നു. എയർ ഹോസ്റ്റസുമാരെ സ്വർണ്ണക്കടത്തിന് നിയോഗിക്കുന്ന മുഖ്യ കണ്ണിയാണ് സുഹൈലെന്നാണ് DRI പറയുന്നത്. 20 തവണ സ്വർണം കടത്തിയെന്ന് സുരഭി മൊഴി നൽകിയതായാണ് വിവരം. ശരീരത്തിൽ ഒളിപ്പിച്ച് സ്വർണം കടത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസിലെ എയർ ഹോസ്റ്റസ് സുരഭി ഖാത്തൂനാണ് ആദ്യം പിടിയിലായത്. കൊൽക്കത്ത സ്വദേശിയായ സുരഭി മസ്കറ്റിൽ നിന്ന് കണ്ണൂരിലേക്കുള്ള യാത്രയിൽ ശരീരത്തിൽ ഒളിപ്പിച്ച് കടത്തിയത് 1 കിലോയോളം സ്വർണമാണ്. ഈ രീതിയിൽ സ്വർണം കടത്തിയതിന് വിമാന കമ്പനി ജീവനക്കാർ പിടിയിലാകുന്ന രാജ്യത്തെ ആദ്യ സംഭവമാണിതെന്ന് DRI പറയുന്നു. 65 ലക്ഷം രൂപ വില വരുന്ന 960 ഗ്രാം സ്വർണ്ണ മിശ്രിതം 4 ക്യാപ്സൂളുകളായാണ് ശരീരത്തിൽ ഒളിപ്പിച്ചിരുന്നത്. രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്നായിരുന്നു പരിശോധന. സുരഭിയെ വിശദമായി ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ക്യാബിൻ ക്രൂവായ കണ്ണൂർ തില്ലങ്കേരി സ്വദേശി സുഹൈലിനെ അറസ്റ്റ് ചെയ്തത്. എയർ ഹോസ്റ്റസുമാരെ സ്വർണ്ണക്കടത്തിന് നിയോഗിക്കുന്ന മുഖ്യ കണ്ണിയാണ് സുഹൈലെന്ന് DRI പറയുന്നു. ായ സുരഭി പല ഘട്ടങ്ങളിലായി 20 കിലോയോളം സ്വർണം കടത്തിയെന്നാണ് DRIക്ക് ലഭിച്ച വിവരം. സുരഭി പിടിയിലായതോടെ അന്വേഷണം ക്യാബിൻ ക്രൂവിലേക്ക് വ്യാപിപ്പിച്ചു. അങ്ങനെയാണ് സുഹൈൽ പിടിയിലായത്.
10 വർഷമായി ക്യാബിൻ ക്രൂവായി ജോലി ചെയ്യുകയാണ് സുഹൈൽ. സംഘത്തിലെ കണ്ണികളായ കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനാണ് DRI നീക്കം. ന്യൂസ് 18 കണ്ണൂർ. കാസർഗോഡ് 10 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതി വീണ്ടും റിമാൻഡിൽ. കുടക് സ്വദേശിയായ PA സലീമിന്റെ തെളിവെടുപ്പ് പൂർത്തിയായതോടെയാണ് അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കിയത്. പ്രതിക്കെതിരെ വേഗത്തിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് അന്വേഷണ സംഘം. രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ സലീം മുംബൈ കാമാത്തിപ്പുരയിലടക്കം പോയിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തി. പടന്നക്കാട് ഉറങ്ങിക്കിടക്കുകയായിരുന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിക്കുകയും സ്വർണം കവരുകയും ചെയ്ത കേസിൽ പ്രതി സലീമുമായി തെളിവെടുപ്പ് പൂർത്തിയായി. വീണ്ടും കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഹോസ്ദുർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. കഴിഞ്ഞ ദിവസം സലീമിനെയും കൊണ്ട് കൂത്തുപറമ്പിൽ തെളിവെടുപ്പിന് പോയ പോലീസ് സംഘം പണയം വെച്ച സ്വർണം കണ്ടെടുത്തിരുന്നു. ദൃക്സാക്ഷികൾ പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സംഭവം നടന്നതിന് ശേഷം ഇയാളെ സൈക്കിളിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുവിട്ട ആളും പ്രതി നടന്നു വരുന്നത് കണ്ട 2 പേരുമാണ് തിരിച്ചറിഞ്ഞത്. സംഭവശേഷം കാഞ്ഞങ്ങാട് നിന്ന് ട്രെയിൻ കയറിയാണ് സലീം തലശ്ശേരിയിലെത്തിയത്. അവിടെ നിന്ന് ചെറുവണ്ണൂരിലെ സഹോദരിയും കൂട്ടി കൂത്തുപറമ്പിലെത്തി സ്വർണം വിൽക്കുകയായിരുന്നു. പിന്നീട് ഇയാൾ വീരാജ്പേട്ടയിലേക്ക് ബസ് കയറി. ഇവിടെ നിന്ന് മൈസൂരുവിലേക്കും പിന്നീട് ബംഗളൂരുവിലേക്കും തുടർന്ന് മുംബൈയിലേക്കും കടന്നു കളയുകയായിരുന്നു. മുംബൈ കാമാത്തിപുരയിൽ നേരത്തെ ജോലി ചെയ്തിരുന്ന ഹോട്ടലിൽ എത്തിയിരുന്നെങ്കിലും അവിടെ ജോലി തരപ്പെടുത്താനായില്ല. തുടർന്ന് ആന്ധ്ര അഡോണിയിലെ സിമെന്റ് ഫാക്ടറിയിൽ ജോലി കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടേക്ക് ട്രെയിൻ കയറിയത്. എന്നാൽ ഫാക്ടറി എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതോടെയാണ് കൂട്ടുകാരിയുടെ സഹായത്തോടെ റായ്പൂരിലെ തോട്ടത്തിൽ ജോലി കിട്ടുമോ എന്ന് അന്വേഷിച്ചത്. ഇതിനായി ബംഗളൂരുവിലേക്ക് ട്രെയിൻ കയറാനായി നിൽക്കുമ്പോഴാണ് പോലീസ് വലയിലായത്. മെയ് 15 പുലർച്ചെ 2:30 കേസിനാസ്പദമായ സംഭവം. 10 ദിവസം കൊണ്ട് തന്നെ പ്രതിയെ പിടികൂടാനായതും അന്വേഷണത്തിന് സഹായകരമായി. പ്രത്യേക സംഘം രൂപീകരിച്ചായിരുന്നു കേസ് അന്വേഷണം. പ്രതിക്കെതിരെ കുറ്റപത്രം വേഗത്തിൽ സമർപ്പിക്കാനാണ് അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ സർക്കാർ പല പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോഴും അതിനൊക്കെ ഭീഷണിയാണ് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം. വർക്കല പാപനാശത്ത് വിനോദസഞ്ചാരികളെ തടഞ്ഞു നിർത്തി കത്തികാട്ടി ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്തു. സംഭവത്തിൽ പ്രതിയെ വർക്കല പോലീസ് അറസ്റ്റ് ചെയ്തു. പാപനാശം സ്വദേശി ബോംചോ എന്ന് വിളിക്കുന്ന വിഷ്ണുവാണ് അറസ്റ്റിലായത്. രാത്രി 10:30 വർക്കല ക്ലിഫിൽ നിന്നും പാപനാശം ബീച്ചിലേക്ക് നടന്നുവന്ന തമിഴ്നാട്ടുകാരായ പരശുറാം, ഗോകുൽ, വരുൺ എന്നിവരെയാണ് തടഞ്ഞു നിർത്തി ആക്രമിച്ചത്. ഇവരെ പിന്തുടർന്നെത്തിയ വിഷ്ണു കയ്യിൽ കരുതിയിരുന്ന കത്തികാട്ടി പണം ആവശ്യപ്പെട്ടു. യുവാക്കൾ എതിർത്തപ്പോൾ ഇയാൾ വരുണിനെ മർദ്ദിച്ചു. ഗോകുലിന്റെ കഴുത്തിൽ കത്തിവെച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. അതിക്രമം തടയാൻ ശ്രമിച്ച പരശുറാമിന്റെ കഴുത്തിൽ കുത്തി മുറിവേൽപ്പിച്ചു. ഇവരുടെ പരാതിയിൽ കൊലപാതക ശ്രമത്തിനാണ് വർക്കല പോലീസ് കേസെടുത്തത്. വർക്കല SHO ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതി പാപനാശം സ്വദേശി വിഷ്ണുവിനെ പിടികൂടിയത്. 3 അടിപിടി കേസുകൾ വർക്കല സ്റ്റേഷനിൽ ഇയാളുടെ പേരിലുണ്ട്. വർക്കല കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ആറ്റിങ്ങൽ. റവന്യൂ വകുപ്പിലെ വലിയ അഴിമതിയുടെ വിവരങ്ങളാണ് കൊട്ടാരക്കരയിൽ നിന്ന് പുറത്തുവരുന്നത്. ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങിയിരുന്നത് പുറത്തായതോടെ തഹസിൽദാർ അജികുമാർ, ഡെപ്യൂട്ടി തഹസിൽദാർ അനിൽകുമാർ, ഡ്രൈവർ മനോജ് എന്നിവരെ സസ്പെൻഡ് ചെയ്തു. റവന്യൂ അണ്ടർ സെക്രട്ടറിയാണ്
ക്വാറിക്കാരുടെ ആളെന്ന വ്യാജേന ഉദ്യോഗസ്ഥരെ സമീപിച്ചത്. കൊട്ടാരക്കര താലൂക്ക് ഓഫീസിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ വ്യാപകമായ പരാതികൾ ഉയർന്നതോടെയായിരുന്നു അന്വേഷണം. താലൂക്കിലെ പരിസ്ഥിതി ദുർബല പ്രദേശങ്ങൾ വിറ്റു തിന്നിരുന്നത് തഹസിൽദാറും റവന്യൂ ഉദ്യോഗസ്ഥരും ചേർന്നാണ് എന്ന അറിഞ്ഞതിന്റെ ഞെട്ടലിലാണ് കൊട്ടാരക്കര. റവന്യൂ അണ്ടർ സെക്രട്ടറിയോട് പോലും യാതൊരു ഉളുപ്പും കൂടാതെയാണ് ലക്ഷങ്ങൾ കൈക്കൂലി ആവശ്യപ്പെട്ടത്. അധികം വൈകാതെ തന്നെ തഹസിൽദാർ കുടുങ്ങുകയും ചെയ്തു. സംഭവം ഇങ്ങനെയാണ്. കുളക്കട സ്വദേശിയായ രാധാകൃഷ്ണപിള്ള ഇഷ്ടിക കമ്പനിയുടെ ആവശ്യത്തിനായി തഹസിൽദാറെ സമീപിച്ചിരുന്നു. നാട്ടുകാരൻ കൂടിയായ താലൂക്ക് ഓഫീസിലെ താൽക്കാലിക ഡ്രൈവർ മനോജ് മുഖേന തഹസിൽദാർ 1 ലക്ഷം രൂപ ഇദ്ദേഹത്തോട് കൈക്കൂലി ആവശ്യപ്പെട്ടു. തുടർന്ന് റവന്യൂ മന്ത്രിക്ക് ലഭിച്ച പരാതിയിലാണ് കൃത്യമായ അന്വേഷണമുണ്ടായത്. കുമ്മിൾ വില്ലേജിൽ ക്വാറി വാങ്ങുന്നയാളുടെ ഏജന്റാണെന്ന വ്യാജേന റവന്യൂ അണ്ടർ സെക്രട്ടറി തഹസിൽദാറെ സമീപിച്ചു. എല്ലാവരെയും സഹായിക്കുന്ന നിലപാടാണ് തനിക്കുള്ളതെന്നും താൻ പണം വാങ്ങാറുണ്ടെന്നുമായിരുന്നു തഹസിൽദാരുടെ നിലപാട്. തുടർന്ന് തഹസിൽദാർക്ക് 7.5 ലക്ഷം രൂപയും ഡെപ്യൂട്ടി തഹസിൽദാർ അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് 2.5 ലക്ഷം രൂപയും ചേർത്ത് ആകെ 10 ലക്ഷം രൂപ നൽകണമെന്ന് ഡ്രൈവർ മനോജ് മുഖേന ഫോണിലൂടെ അറിയിച്ചു. ഇത് ക്വാറി തുടങ്ങാൻ മാത്രമുള്ളതാണെന്നും തുടങ്ങിയാൽ മാസം 1.5 ലക്ഷം മുതൽ 2 ലക്ഷം രൂപ വരെ തഹസിൽദാർക്ക് എത്തിക്കണമെന്നും മനോജ് പറഞ്ഞു എന്നാണ് വിവരം. തഹസിൽദാറുമായി നടത്തിയ സംഭാഷണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളും ഫോൺ സംഭാഷണത്തിന്റെ റെക്കോർഡും അടക്കം തെളിവാക്കി 4 പേർക്കെതിരെയും നടപടി ഉണ്ടാവുകയായിരുന്നു. 3 മാസം മുമ്പാണ് അജികുമാർ കൊട്ടാരക്കര തഹസിൽദാറായി ചുമതലയേൽക്കുന്നത്. ബോളിവുഡ് നടൻ സൽമാൻ ഖാന്റെ പ്രഖ്യാപിത ശത്രുക്കളാണ് ലോറൻസ് ബിഷ്ണോയി സംഘം. സൽമാൻ ഖാൻ കൃഷ്ണമൃഗങ്ങളെ വേട്ടയാടിയപ്പോൾ തുടങ്ങിയ പക തുടർച്ചയായ കൊലപാതക ശ്രമങ്ങളിലാണ് എത്തി നിൽക്കുന്നത്. സൽമാനെ കൊലപ്പെടുത്താനുള്ള ലോറൻസ് ബിഷ്ണോയി സംഘത്തിന്റെ ഒരു ശ്രമം കൂടി മുംബൈ പോലീസ് പരാജയപ്പെട്ടു. സംഭവത്തിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ പൻവേലിൽ വെച്ച് സൽമാന്റെ കാറിന് നേർക്ക് ആക്രമണം നടത്താനായിരുന്നു പദ്ധതി. സൽമാൻ ഫാം ഹൌസിലേക്ക് പോകും വഴി ആക്രമണം നടത്താനാണ് ആസൂത്രണം ചെയ്തിരുന്നത്. ഇതിനായി സംഘം പാകിസ്ഥാനിൽ നിന്ന് തോക്കുകളും വാങ്ങിയിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തി. ബിഷ്ണോയി സംഘത്തിലെ ഷൂട്ടർമാരായ ധനഞ്ജയ് താപ് സിംഗ്, ഗൗരവ് ഭാട്ടിയ, വപ്സി ഖാൻ, റിസ്വാൻ ഖാൻ എന്നിവരാണ് പിടിയിലായത്. ഇവർ ഫാം ഹൌസിന് സമീപത്തും സൽമാന്റെ സിനിമയുടെ ചിത്രീകരണം നടക്കുന്ന സ്ഥലങ്ങളിലും നിരീക്ഷണം നടത്തിയെന്നാണ് വിവരം. 60 മുതൽ 70 പേർ വരെ അടങ്ങുന്ന സംഘത്തെയാണ് കൊലപാതകത്തിനായി നിയോഗിച്ചിട്ടുള്ളത്. പ്രായപൂർത്തിയാകാത്തവരെ കൊണ്ട് സൽമാൻ ഖാനെ വധിക്കുകയായിരുന്നു ലക്ഷ്യം. കൊലയ്ക്ക് ശേഷം കന്യാകുമാരിയിലേക്കും അവിടെ നിന്ന് കടൽ മാർഗം ശ്രീലങ്കയിലേക്കും രക്ഷപ്പെടാമെന്നായിരുന്നു വാടക കൊലയാളികൾക്ക് നൽകിയിരുന്ന നിർദ്ദേശമെന്നും പോലീസ് പറയുന്നു. के जो सोशल ग्रुप्स जो है जिसका हम लोगों ने जब स्टडी किया तो उसमें काफ़ी सारे वेपन जो है वो एक दूसरे को दिखाते हैं. ऐसे वीडियोज़ भी हम लोगों को मिले हैं, फ़ोटोज़ भी मिले हैं. लेकिन और भी उसमें जब आरोपी आगे के अरेस्ट होंगे उसके बाद हम लोग उसमें कंफर्म बोल सकेंगे कि ये पाकिस्तान से है या दूसरी कुछ कंट्री से है. അധോലോക നായകൻ ലോറൻസ് ബിഷ്ണോയിയുടെ സംഘം തന്നെയാണ് ഈ ആക്രമണത്തിനും പിന്നിൽ. നിലവിൽ തീഹാർ ജയിലിൽ കഴിയുകയാണ് ലോറൻസ് ബിഷ്ണോയ്. ബിഷ്ണോയ് വിഭാഗം വിശുദ്ധമായി കണക്കാക്കുന്ന കൃഷ്ണമൃഗങ്ങളെ വേട്ടയാടിയതാണ് സൽമാനോടുള്ള പകയ്ക്ക് കാരണം. സംഭവം നടക്കുമ്പോൾ കുട്ടിയായിരുന്ന ലോറൻസ് വളർന്ന് അധോലോക നായകനായ ശേഷം പലതവണ സൽമാനെ വധിക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഏപ്രിൽ 14-ന് ബൈക്കിലെത്തിയ സംഘം ബാന്ദ്രയിലെ സൽമാന്റെ വീടിന് നേർക്ക് വെടിയുതിർത്തിരുന്നു. അന്ന് 4 പേരെ അറസ്റ്റ് ചെയ്തു. 1.5 മാസത്തിനകമാണ് പുതിയ ഗൂഢാലോചനയെക്കുറിച്ചുള്ള വിവരം പുറത്തുവരുന്നത്.
News 18, മുംബൈ. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. വിദ്യാർത്ഥികൾക്ക് വിൽപ്പന നടത്താനായി കൊണ്ടുവന്ന കഞ്ചാവുമായി കൊട്ടാരക്കരയിൽ 2 പേർ പിടിയിൽ. 650 ഗ്രാം കഞ്ചാവുമായി പിടിയിലായത് തെന്മല സ്വദേശി ബിനോയ്, പുനലൂർ സ്വദേശി ഹാബേൽ എന്നിവർ. ആലപ്പുഴയിൽ കുഴിബന്തിക്കട അടിച്ചു തകർത്ത പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തു. ജോസഫിനെ സസ്പെൻഡ് ചെയ്തത് കോട്ടയം SP. മലപ്പുറം കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ 4 വയസ്സുകാരൻ ചികിത്സാ പിഴവ് മൂലം മരിച്ചതായി പരാതി. അരിമ്പ്ര സ്വദേശി കൊടക്കാടൻ നിസാറിന്റെ മകൻ മുഹമ്മദ് ഷാസിൽ മരിച്ചത് അനസ്തേഷ്യ അമിതമായി നൽകിയത് മൂലമെന്ന് ആരോപണം. മലപ്പുറത്ത് 2ഇടങ്ങളിൽ കുഴൽപ്പണവുമായി മഹാരാഷ്ട്ര സ്വദേശിയടക്കം 2 പേർ അറസ്റ്റിൽ. വളാഞ്ചേരിയിൽ നിന്ന് 7 ലക്ഷവും കാടാമ്പുഴയിൽ നിന്ന് 20 ലക്ഷവും പിടികൂടി. കരിപ്പൂർ വിമാനത്താവളത്തിൽ 30 ലക്ഷം രൂപയുടെ സ്വർണം പിടികൂടി. സ്വർണം കൊണ്ടുവന്ന താനാളൂർ സ്വദേശി നാസറും സ്വർണം വാങ്ങാനെത്തിയ ആളും അറസ്റ്റിൽ. 10 വയസ്സുള്ള പെൺകുട്ടികൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയയാളെ കോഴിക്കോട് താമരശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. പുതുപ്പാടി ഈങ്ങാപ്പുഴ സ്വദേശി 51-കാരനായ അഷ്റഫിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മെയ് 1-നാണ് ഒരു പെൺകുട്ടിയോട് ഇയാൾ ലൈംഗിക അതിക്രമം നടത്തിയത്. വിവരം പുറത്തറിഞ്ഞതോടെയാണ് മറ്റൊരു പെൺകുട്ടിയും 1 വർഷം മുമ്പ് ഇയാൾ പീഡിപ്പിച്ചതായി വെളിപ്പെടുത്തിയത്. തുടർന്ന് രക്ഷിതാക്കൾ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. കുട്ടികളെ ഉപദ്രവിക്കുന്നവർക്ക് കടുത്ത ശിക്ഷ തന്നെ ഉറപ്പാക്കിയാലേ ഇത്തരം അതിക്രമങ്ങൾക്ക് അറുതിയാകൂ. ഇന്നത്തെ പോലീസ് പട്രോൾ പൂർത്തിയാകുന്നു. നമസ്കാരം.